നമ്മുടെ ഏക പ്രതീക്ഷ. സോവിയറ്റ് യൂണിയനിലെ പുരാവസ്തു ശേഖരത്തിലുള്ള ഈ രേഖകൾ വെളിപ്പെടുത്തുന്നത് 5 ലക്ഷം ആളുകളുടെ ജീവന്റെ വില നൽകേണ്ടി വന്ന ഭയാനകമായ ക്ഷാമം ലെനിന്റെ കടുത്ത ആഗ്രഹത്തിന്റെ സൃഷ്ടിയാണെന്നാണ്. ഇതുതന്നെയാണ് വർഷങ്ങളോളം ആർക്കൈവ് രേഖകളിൽ ഗവേഷണം നടത്തിയ റിച്ചാർഡ് പൈപ്സ് എന്ന ചിത്രകാരൻ തന്റെ പുസ്തകമായ ദ അൺനോൺ ലെനിൻ എത്തിച്ചേർന്ന നിഗമനവും. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ലെനിന് മനുഷ്യരാശിയോട് ഏറെയുണ്ടായിരുന്നത് നിറഞ്ഞ പുച്ഛമായിരുന്നു. വ്യക്തികളെ അദ്ദേഹത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു കൊല്ലപ്പണിക്കാരൻ ഇരുമ്പിനെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് തൊഴിലാളി വർഗത്തെ ലെനിൻ സമീപിച്ചത്. അക്രമത്തിന്റെ തത്വശാസ്ത്രം. ലെനിനും മറ്റ് ബോൾഷെവിക്കുകളും ഇങ്ങനെ തികഞ്ഞ നിഷ്ഠൂരന്മാരായതിന് കാരണം അവർ വിശ്വസിച്ചിരുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന തത്വശാസ്ത്രമാണ്. ഈ സിദ്ധാന്തം മനുഷ്യനെ മൃഗത്തിന് തുല്യമായി കാണുകയും മനുഷ്യ പുരോഗതിക്ക് അക്രമവും സംഘട്ടനവും അത്യാവശ്യമാണെന്ന് കരുതുകയും ചെയ്യുന്നു. ലെനിൻ മനുഷ്യരെ മൃഗത്തിന്റെ വർഗത്തിൽ പിറന്നവരായി കരുതുക മാത്രമല്ല, അവരെ അതേ രീതികളിലാണ് പരിശീലിപ്പിച്ചത്. ഒക്ടോബറിൽ ലെനിൻ കണ്ടീഷൻസ് റിഫ്ലക്സ് പരീക്ഷണങ്ങളിലൂടെ പ്രസിദ്ധനായ ഇവാൻ പാവ്ലോ എന്ന റഷ്യൻ ശാസ്ത്രജ്ഞനെ സന്ദർശിക്കുകയുണ്ടായി. കണ്ടീഷൻസ് റിഫ്ലക്സിന്റെ എല്ലാ രീതികളും എല്ലാ റഷ്യക്കാരിലും അടിച്ചേൽപ്പിക്കുവാൻ ലെനിൻ തീരുമാനിച്ചു. പാവ്ലോ ഞെട്ടിപ്പോയി. റഷ്യയിലെ എല്ലാവരും ഒരു കമ്മ്യൂണിസ്റ്റ് രീതി അനുസരിച്ചായിരിക്കണം ആലോചിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും എന്നെനിക്ക് ആഗ്രഹമുണ്ട്, ലെനിൻ വിശദീകരിച്ചു. പാവ്ലോ അമ്പരന്നു. താൻ നേരത്തെ നായ്ക്കളിൽ നടത്തിയ രീതികൾ മനുഷ്യരിൽ പ്രയോഗിക്കുവാൻ ലെനിൻ ആവശ്യപ്പെട്ടതായി തോന്നി. നിങ്ങൾ റഷ്യയിലെ ജനങ്ങളെ എല്ലാവരെയും ക്രമവൽക്കരിക്കുക എന്നാണോ അർത്ഥമാക്കുന്നത്? എല്ലാവരും ഒരുപോലെ പെരുമാറണമെന്ന് അയാൾ ചോദിച്ചു. തീർച്ചയായും, ലെനിൻ മറുപടി പറഞ്ഞു. മനുഷ്യനെ തിരുത്തണം. നമുക്കെങ്ങനെ എന്താണോ ആവശ്യം അതനുസരിച്ച് നമുക്കത് ചെയ്യാം. മനുഷ്യനെ മൃഗത്തിന് സമാനമായി കാണുന്ന ഈ തത്വശാസ്ത്രത്തിന്റെ പിൻബലമായി പറയപ്പെടുന്നത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ്. പരിണാമ സിദ്ധാന്തമാണ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട താത്വിക പ്രചോദനം. ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് 19ാം നൂറ്റാണ്ടിന്റെ അവസാനം റഷ്യയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ഇത് റഷ്യയിലെ ആയിരക്കണക്കിന് യുവശാസ്ത്രജ്ഞർ നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകാരുമായി തീരുവാൻ ഹേതുവായി. റഷ്യയിലെ കമ്മ്യൂണിസം അത്രമാത്രം ഡാർവിനിസവുമായി ഇഴചേർന്ന് നിൽക്കുന്നു. ഈ പ്രസ്ഥാനത്തിന് പ്രാരംഭം കുറിച്ച ജോർജ് വെലന്റിനോവിച്ച് പ്ലഖനോവ് മാർക്സിസത്തെക്കുറിച്ച് കരുതുന്നത് അത് ഡാർവിനിസം സാമൂഹ്യശാസ്ത്രത്തിൽ പ്രയോഗിക്കപ്പെട്ടതുപോലെയാണ് എന്നത്രേ. പ്ലഖനോവിന്റെ വിദ്യാർത്ഥിയായ ലെനിൻ എന്തായാലും ഡാർവിനിസത്തെ സമൂഹത്തിൽ പ്രയോഗിച്ചു. താൻ മൃഗങ്ങളുടെ കൂട്ടങ്ങളായി മാത്രം പരിഗണിച്ചിരുന്ന സമൂഹത്തെയാകെ യാതൊരു ദയയും കാരുണ്യവുമില്ലാതെ കുരുതി കൊടുത്തു. പക്ഷേ ശരിയായത് മനുഷ്യർ മൃഗങ്ങളെന്ന വർഗത്തിന് സമാനമല്ല, മറിച്ച് ആത്മാവ് ഉൾക്കൊള്ളുന്ന ദൈവം സൃഷ്ടിച്ച ബഹുമാനിക്കപ്പെടേണ്ട ജീവികളാണ്. അവരുടെ ഈ ഭൂമിയിലെ നിലനിൽപ്പിന്റെ ആധാരം കമ്മ്യൂണിസ്റ്റുകാരും ഡാർവിനിസ്റ്റുകളും കരുതുന്നത് പോലെ സംഘർഷവും യുദ്ധവും രക്തച്ചൊരിച്ചിലുമല്ല, മറിച്ച് ദൈവത്തിന് ആഹ്ലാദം തോന്നിക്കുന്ന ഒരു മൂല്യവ്യവസ്ഥ പ്രകാശിപ്പിക്കലാണ്. ഈ ആശയം മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവൻ യഥാർത്ഥ മഹത്വത്തിൽ ജീവിക്കുമ്പോഴാണ് സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നത്. ഈ യാഥാർത്ഥ്യത്തെ നിഷേധിച്ച ലെനിന്റെ അന്ത്യം ഒരു ഭയങ്കരമായ മുന്നറിയിപ്പായിരുന്നു. 1922 വർദ്ധിച്ചുവന്ന അദ്ദേഹത്തിന്റെ അനാരോഗ്യം പതുക്കെ അയാളെ തളർത്താൻ തുടങ്ങി. 1923 ഒട്ടുമിക്ക നാളും അദ്ദേഹം അസഹനീയമായ തലവേദനയോടെ വീൽ ചെയറിൽ ചിലവഴിച്ചു.
1923 മാർച്ചിൽ ഒരു ഹൃദയാഘാതമുണ്ടായ ശേഷം സാധാരണ പോലെ സംസാരിക്കാനായില്ല. അവസാന മാസങ്ങളിൽ ലെനിനെ കണ്ടവർക്ക് ഭീതിയായി. അന്ന് അദ്ദേഹത്തിന്റെ മുഖം ഭാഗികമായി ഭ്രാന്തുള്ള പോലെ സവിശേഷ രീതിയിൽ കാര്യങ്ങൾ പ്രകടിപ്പിച്ചു. മരണത്തിന് ഏതാനും നിമിഷം മുൻപെടുത്ത അദ്ദേഹത്തിന്റെ അവസാനത്തെ ഫോട്ടോ ബീഭത്സമായിരുന്നു. ദൈവം ഇത്തരം ക്രൂരന്മാരുടെ അന്തിമ വിധിയെക്കുറിച്ച് ഖുർആനിൽ പറയുന്നു. പിന്നീട് തിന്മ ചെയ്തവരുടെ അന്ത്യം അങ്ങേയറ്റം ദുരന്തപൂർണമായിരുന്നു. അവർ ദൈവിക വചനങ്ങളെ തള്ളിപ്പറഞ്ഞതിനാലാണിത്, അവയെ അവഹേളിച്ചതിനാലും. ജനുവരി 21 ലെനിൻ അന്തരിച്ചു. ബോൾഷെവിക്കുകൾ ലെനിന്റെ മരണാനന്തര ചടങ്ങുകൾ ഗംഭീരമായി നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ആ ശവശരീരം സുഗന്ധ തൈലങ്ങളിട്ട് സൂക്ഷിക്കുവാൻ തീരുമാനിച്ചു. ലെനിന്റെ ശവമഞ്ചം ചുമന്നവരുടെ കൂട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ അടുത്ത ഏകാധിപതി ഉണ്ടായിരുന്നു, ജോസഫ് സ്റ്റാലിൻ. സ്റ്റാലിൻ 30 വർഷക്കാലം സോവിയറ്റ് റഷ്യ ഭരിച്ചു. ലെനിനെപ്പോലും കടത്തിവെട്ടി രക്തച്ചൊരിച്ചിലിന്റെയും ഭീകരതയുടെയും ഭരണം സ്ഥാപിച്ചു. നാം ഇതുവരെ പരിഗണിച്ച എല്ലാ ചരിത്ര വസ്തുതകളും മനുഷ്യവംശത്തിന് ഒരു സുപ്രധാനമായ ഗുണപാഠമാണ്. തെറ്റായ ധാരണകൾ മനുഷ്യനെയും സമൂഹത്തെയും ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നു. കമ്മ്യൂണിസം ഇതേപോലെ ഒരു തെറ്റായ ധാരണയാണ്. അത് 20-ാം നൂറ്റാണ്ടിൽ ലോകത്തിന് ഭീതിജനകമായ പരാധീനതകളാണ് അടിച്ചേൽപ്പിച്ചത്. കമ്മ്യൂണിസത്തിലെ ഒരു അടിസ്ഥാനപരമായ പിഴവ് അത് പ്രകൃതിയിലെ മാറ്റമില്ലാത്ത നിയമമായി സംഘർഷത്തെ കരുതുന്നതാണ്. ഈ കാഴ്ചപ്പാടിനുള്ള ശാസ്ത്രീയമായ അടിത്തറ ലഭിക്കുന്നത് പരിണാമവാദത്തിൽ നിന്നാണ്. ഇത് മനുഷ്യർക്കിടയിലെ വ്യത്യാസങ്ങൾ അവരെ യുദ്ധത്തിലേക്കും സമരത്തിലേക്കും സംഘർഷങ്ങളിലേക്കും നയിക്കുമെന്ന് പറയുന്നു. വൈരുദ്ധ്യാത്മികം എന്ന് വിളിക്കുന്ന ഈ കാഴ്ചപ്പാടനുസരിച്ച് എല്ലാ വർഗവും രാജ്യവും സമൂഹവും മറ്റൊന്നിനോട് സംഘർഷത്തിന് കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് പ്രകൃതി നിയമവും. 20-ാം നൂറ്റാണ്ട് മുഴുവൻ ഈ കാഴ്ചപ്പാട് അതിന്റെ അടയാളങ്ങൾ പതിപ്പിച്ചു. നാം ഈ സിനിമയിൽ കണ്ടതുപോലെ കമ്മ്യൂണിസ്റ്റ് കാട്ടാളത്വത്തിന് പിന്നിലും കമ്മ്യൂണിസത്തിന്റെ നേർവിപരീതമായ ഫാഷിസത്തിന് പിന്നിലുമുള്ളത് പൊതുപ്രചോദനമാണ്. മനുഷ്യരാശിക്ക് ഈ അക്രമത്തിന്റെ വൃത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുന്നത് അവന്റെ അസ്തിത്വത്തിന് പിന്നിലെ ഉദ്ദേശ്യം വ്യക്തമാകുമ്പോഴാണ്. ഫാസിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഡാർവിനിസ്റ്റുകളും കരുതുന്നത് പോലെ മനുഷ്യൻ മൃഗത്തിന് സമാനമോ കേവലം സാധ്യത മൂലമുണ്ടായവനോ ജീവിക്കുവാൻ വേണ്ടി പരസ്പരം പോരടിക്കുന്നവനോ അല്ല. മനുഷ്യൻ കുലീനനും ദൈവം സൃഷ്ടിച്ചവനും ദൈവത്തിന്റെ ആത്മാവ് അടങ്ങിയവനുമാണ്. മനുഷ്യ സൃഷ്ടിയുടെ ഉദ്ദേശം ദൈവം പഠിപ്പിച്ചു തന്ന അതിപ്രധാനമായ മൂല്യബോധത്തെക്കുറിച്ച് പഠിക്കലും അതിനനുസൃതമായി ജീവിക്കലുമാകും. അടുത്ത ഭാഗത്ത് ഈ പരമമായ സത്യത്തെ അവഗണിച്ച കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം മനുഷ്യത്വത്തിനുമേൽ അടിച്ചേൽപ്പിച്ച ദുരന്തങ്ങളെക്കുറിച്ചുള്ള പരിശോധന തുടരാം. സ്റ്റാലിനിന്റെ ഭയത്തിന്റെ ഭരണകൂടം, മരണ ക്യാമ്പുകൾ, രഹസ്യ കൊലപാതകം, സോവിയറ്റ് റഷ്യയിലെ മുസ്ലിം കൂട്ടക്കുരുതി, പരിണാമ സിദ്ധാന്തം അംഗീകരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ വധിക്കപ്പെട്ട സ്റ്റാലിൻ യുഗത്തിലെ ശാസ്ത്രജ്ഞർ. മറക്കാതെ കാണുക കമ്മ്യൂണിസത്തിന്റെ രക്തം പുരണ്ട ചരിത്രം ഭാഗം 2.